ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നത് വീണ്ടും കമുകിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒന്നാം ഭാഗം കഴിഞ്ഞു. അതിൽ നമ്മൾ നടിയിലും അതുപോലെ വളപ്രയോഗം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ കമുകിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് പ്രേക്ഷകർ ഒരുപാട് പേര് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ രോഗങ്ങളും കീടങ്ങളും അതുപോലെ മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് കമുകിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അത് ആ സമയത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒരു എപ്പിസോഡിൽ നിർത്തിയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെ കമുകിൻ്റെ നടിയിൽ വരെ ഞാൻ പറഞ്ഞു, അതിൻ്റെ വളപ്രയോഗം പറഞ്ഞു. അപ്പം നടുന്ന കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ കമുകെന്ന് പറയുന്നത് പെട്ടെന്ന് ഉണക്ക് തട്ടുന്ന ഒരെണ്ണമാണ്. അതിനെ വരൾച്ച അതിജീവിക്കാനുള്ള ശേഷിയൊന്നുമില്ല. വളരെ പെട്ടെന്നാണ് ഉണക്ക് കിട്ടുന്നത്. അപ്പം നടിയിൽ മുതൽ ഉണക്ക് തട്ടാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നടുമ്പോൾ തെക്ക് വടക്കാണ് നടേണ്ടത്. തെക്ക് വടക്കെന്ന് പറയുമ്പോൾ ഒരു തെക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കുമായിട്ട്. അപ്പം നേരെ തെക്ക് വടക്കല്ല, ഒരു 35 ഡിഗ്രി തെക്ക് മാറി പടിഞ്ഞാറ് ആണ് ആദ്യത്തെ വരി നടേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ തെക്കൻ വെയിൽ, സൂര്യൻ്റെ തെക്കൻ വെയിൽ അടിച്ചിട്ടാണ് കമുക് പലപ്പോഴും ഉണങ്ങിപ്പോകുന്നത്. തെക്കൻ വെയിൽ എന്ന് പറഞ്ഞാൽ അതിതീക്ഷ്ണമായ അൾട്രാവയലറ്റ് രശ്മിയാണ്. പിന്നെ കമുക് കരിഞ്ഞു പോകും. അപ്പം അങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആദ്യത്തേത് ഏറ്റവും പടിഞ്ഞാറ് നട്ട് കഴിയുമ്പോൾ, തെക്ക് പടിഞ്ഞാറ് നടുമ്പോൾ അതിൻ്റെ നേരിൽ അടുത്തതിന് വരും. ആ രീതിയിലാണ് ഈ 35 ഡിഗ്രി ഇങ്ങനെ വടക്ക് കിഴക്കായിട്ട് ആ ലൈൻ ഇങ്ങനെ പോകും. അങ്ങനെ വേണം നടേണ്ടത്. അതൊരു പ്രധാന കാര്യമാണ്. അടുത്തായി പറയാനുള്ളത്, നമ്മളിപ്പോൾ കമുക് തോട്ടം അടിസ്ഥാനത്തിൽ നടുമ്പോഴാണ്. അപ്പോൾ അതിനൊരു 2.25 മീറ്റർ സ്പേസിങ് കൊടുക്കണം. അതായത് ചെടികൾ തമ്മിലും വരികൾ തമ്മിലും, രണ്ട് കമുകൾ തമ്മിൽ 2.25 മീറ്റർ അകലം, അതുപോലെ 2.25 മീറ്റർ അകലത്തിൽ. അത് തനി വിളയായിട്ട് ചെയ്യുമ്പോൾ. നമ്മൾ അല്ലാതെ നടുമ്പോൾ ഈ തെക്ക് ഭാഗത്ത് വെയിലടിക്കാതിരിക്കാൻ തെക്ക് ഭാഗത്ത് വലിയ മരങ്ങളുണ്ടെങ്കിൽ അതിനിപ്പുറത്ത് നട്ടാൽ ഈ പറയുന്ന നമ്മുടെ ഈ തെക്ക് പടിഞ്ഞാറ്, ഞാൻ ആ നടിയിലിൻ്റെ ഒരു രീതി പറഞ്ഞല്ലോ, ആ രീതിയിൽ നടണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തായാലും രണ്ട് കമുകൾ തമ്മിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2.25 മീറ്റർ എങ്കിലും അകലം കൊടുക്കണം. ആ രീതി വേണം നടേണ്ടത്. പിന്നെ നട്ടാൽ എന്തായാലും നമ്മൾ തണൽ കൊടുക്കണം. തണൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ ഈ കമുകിനിടയിൽ വാഴ നട്ടാൽ വാഴയുടെ ഒരു തണൽ കൊണ്ട് ഈ ചൂടിൽ നിന്ന് അതിനെ സംരക്ഷണം നൽകാൻ കഴിയും. അപ്പോൾ വാഴ ആണ് ഏറ്റവും നല്ല ഒരു ഇടവിള. നമുക്കൊരു 3-4 വർഷം ഇതിനിടയിൽ വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിന് തണലും ആവും, നമുക്കൊരു അഡീഷണൽ ഇൻകവും ആവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തണൽ വിളകൾ ഇത്തരത്തിലുള്ള കൃഷി ചെയ്തുകൊണ്ട് നമ്മൾ ഈ കമുകിനെ രക്ഷപ്പെടുത്താൻ കഴിയും. ഇനി പറയാൻ പോകുന്നത് കമുകിൻ്റെ ജലസേനത്തെക്കുറിച്ചാണ്. ജലസേനം വളരെ അത്യാവശ്യമാണ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നന്നായിട്ട് നനയ്ക്കുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ് കമുകിനെ സംബന്ധിച്ച്. കമുക്, നാടൻ കമുക് മാത്രമേ വരൾച്ച അതിജീവിക്കത്തുള്ളൂ. കാസർഗോഡ് ലോക്കൽ, രത്നഗിരി പോലെയുള്ള, മുഹിനഗർ പോലെയുള്ള നാടൻ ഇനങ്ങൾ മാത്രമേ ഈ നമ്മുടെ വരൾച്ചയെ അതിജീവിച്ച് വരത്തുള്ളൂ. നമ്മുടെ മേൽത്തരം ഇനങ്ങളും ഹൈബ്രിഡ് ഇനങ്ങളും ഒന്നും ഒരു ശകലം വെയിൽ വന്നാൽ ഇത് വാടിപ്പോകും. പലപ്പോഴും ഈ കമുക് കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇതാണ്. അപ്പം നന എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ, വലിയ കമുകാണെങ്കിൽ ഒരു 175 ലിറ്റർ വെള്ളമെങ്കിലും ആഴ്ചയിൽ കൊടുക്കണം. അതിപ്പോൾ ആഴ്ചയിൽ ഒരു തവണ എന്നുള്ളത് ആഴ്ചയിൽ 2 തവണ ആയാലും കുഴപ്പമില്ല. ഒരു 3-4 ദിവസം ഇടവേള ഇട്ട് ഒരു 175-ൻ്റെ പകുതി വീതം കൊടുക്കാം. പക്ഷെ അത് ട്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു 25 മുതൽ 30 ലിറ്റർ വെള്ളം മതിയാവും. അപ്പം തോട്ടം അടിസ്ഥാനത്തിൽ കമുക് കൃഷിയാണെങ്കിൽ ട്രിപ്പ് ഇറിഗേഷനാണ് ഏറ്റവും നല്ല ഒരു ഇറിഗേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് മുഴുവൻ കമുകൾക്കും ഫലപ്രദമായിട്ട് നമുക്ക് നനയ്ക്കാൻ കഴിയും. അതും ഈ ആഴ്ചയിലൊരിക്കൽ മതി. ഈ 25 മുതൽ 30 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു 2-3 ദിവസം ഇടവേളയാണെങ്കിൽ നമുക്കൊരു 10 ലിറ്റർ വീതം കൊടുത്താൽ നമുക്ക് ആ ഇറിഗേഷൻ ഉണക്ക് തട്ടാതെ നമുക്ക് ഇതിനെ സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ കമുകിനെ ബാധിക്കുന്ന കീടങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് പലതരം കീടങ്ങൾ വരും. പ്രധാനമായിട്ടും കീടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂക്കുലച്ചാഴിയാണ്, മണ്ടരി, വേരുതീനി പുഴുക്കൾ, ഇതൊക്കെയാണ് ഇതിന് വരുന്ന പ്രധാന കീടങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. പൂക്കുലച്ചാഴി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കായ് പൊഴിഞ്ഞു പോകും. പൂക്കുലകളിൽ അത് നീരൂറ്റി കുടിക്കുന്നതുകൊണ്ട് ചെറിയ ഇളം കായ്കളും
അതുപോലെ പൂക്കളും ഒക്കെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ ഫലപ്രദമായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരുപാട് വിളനഷ്ടം നമുക്കുണ്ടാകും. അതിന് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ നമുക്ക് ജൈവ രീതിയിലാണെങ്കിൽ മത്സ്യഗവ്യം, ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിച്ചാൽ മതി. ഫിഷ് അമിനോ ആസിഡ് ഒരു 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് പൂക്കുല ചഴിയെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി വേപ്പെണ്ണ എമൾഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വെളുത്തുള്ളി ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് മിക്സിയിൽ അരിച്ചെടുക്കുക. അത് ഒരു 20 മില്ലി വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിൽ ചേർത്തിളക്കി ഉണ്ടാക്കുന്നതാണ് വെളുത്തുള്ളി വേപ്പെണ്ണ എമൾഷൻ. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ വെള്ളത്തിൽ ലയിക്കത്തില്ല. അപ്പം 1 ലിറ്റർ വെള്ളം എടുക്കുമ്പോൾ വേപ്പെണ്ണ ലയിപ്പിക്കാനായിട്ട് ഇത്തിരി ഷാമ്പു, 1-2 തുള്ളി ഷാമ്പു ഒന്ന് പതപ്പിച്ചതിന് ശേഷം വേപ്പെണ്ണ ഇളക്കി ചേർത്താൽ നന്നായിട്ട് ലയിച്ച് കിട്ടും. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അരച്ച ആ ലായനി കൂടി ചേർത്തിളക്കിയാൽ വെളുത്തുള്ളി വേപ്പെണ്ണ എമൾഷൻ കിട്ടും. അത് സ്പ്രേ ചെയ്താലും നമുക്ക് പൂക്കുല ചഴിയെ നിയന്ത്രിക്കാം. പിന്നെ വേപ്പെണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 മില്ലി വേപ്പെണ്ണ ലയിപ്പിക്കുക. അപ്പോഴും വെള്ളത്തിൽ ഷാമ്പു ലയിപ്പിക്കണം. 1-2 തുള്ളി ഷാമ്പു ഇട്ട് പതപ്പിച്ചതിന് ശേഷം 5 മില്ലി വേപ്പെണ്ണ ചേർത്തിളക്കിയാൽ വേപ്പെണ്ണ എമൾഷൻ കിട്ടും. ഈ വേപ്പെണ്ണ എമൾഷൻ തളിച്ചാൽ ഈ പറയുന്ന പൂക്കുല ചഴിയെ നമുക്ക് തുരത്താൻ കഴിയും. പൂക്കുല ചഴിയെ മാത്രമല്ല, മണ്ടരിയുടെ കാര്യം പറഞ്ഞല്ലോ, മണ്ടരിയെയും തുരത്താൻ ഇതൊക്കെ തന്നെ മതി. കൂടാതെ വെർട്ടിസീലിയം ലെക്കാനി എന്ന് പറഞ്ഞ ഒരു മിത്ര കുമിൾ കൾച്ചർ വാങ്ങാൻ കിട്ടും. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഈ മണ്ടരിയുടെ ഉപദ്രവം നിയന്ത്രിക്കാനായിട്ട് ഇലയുടെ അടിയിൽ വീഴത്തക്ക രീതിയിൽ നമ്മുടെ കായ്കളിൽ, പൂക്കളിൽ ഒക്കെ തളിച്ചു കൊടുത്താൽ ഇളം കായ്കൾ, നമ്മുടെ ചമ്പൻ പരുവത്തിലുള്ള അതിലേക്ക് നമ്മൾ തളിച്ചു കൊടുത്താൽ മണ്ടരിയെയും ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ ഇതൊന്നും അല്ലാതെ മണ്ടരിയെ നിയന്ത്രിക്കാൻ ഈ സൾഫർ അതിൻ്റെ മരുന്നുകൾ വാങ്ങിക്കാൻ കിട്ടും. സൾഫെക്സ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ വാങ്ങിക്കാം. 2-3-4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും നമുക്ക് മണ്ടരിയെ നിയന്ത്രിക്കാൻ കഴിയും. അടുത്ത ഒരു പ്രധാന കീടം എന്ന് പറയുന്നത് വേരുതീനി പുഴുക്കളാണ്. വേര് ഇതിങ്ങനെ തിന്നുക എന്നുള്ളതാണ് ആ വേരുതീനി പുഴുക്കളുടെ. അതൊരു തരം ചെറിയ ഒരു തരം വണ്ടാണ്. അതിൻ്റെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളാണ് വേര് തിന്നുന്നത്. അപ്പം വേര് തിന്നുന്നത് കൊണ്ട് നമ്മുടെ ഈ കമുകിൻ്റെ വളർച്ച മുരടിച്ച്, നമ്മൾ എന്ത് വളം കൊടുത്താലും വളർച്ച മുരടിച്ച് ഈ പുറമേലകളൊക്കെ മഞ്ഞളിച്ച് നിൽക്കുന്നതാണ് അതിൻ്റെ ലക്ഷണം. നമ്മൾ അതിൻ്റെ ചോട് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ വേരിങ്ങനെ ദ്രവിച്ച് കാണാം, പുഴുക്കളയും നമുക്ക് കാണാം. അപ്പോൾ അതിന് നമുക്ക് ബിവേറിയ ഫാസിയാന എന്ന് പറയുന്ന ഒരു മിത്ര കുമിളിൻ്റെ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഈ മാസത്തിൽ 1-2 തവണ വീതം വേരുതിന്നി പുഴുക്കളുടെ ആക്രമണമുള്ള തോട്ടങ്ങളിൽ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ ഫലപ്രദമായിട്ട് ഇതിനെ നമുക്ക് വേരുതീനി പുഴുക്കളെ നിയന്ത്രിക്കാൻ കഴിയും. അതല്ലെങ്കിൽ രാസരീതിയിലാണെങ്കിൽ കാർട്ടാപ്പ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് വാങ്ങിക്കാൻ കിട്ടും. 20 ഗ്രാം അങ്ങനെ തന്നെ തരി രൂപത്തിലാണ്. അതിങ്ങനെ ചുവട്ടിലിട്ട് കൊടുത്താലും വേരുതീനി പുഴുക്കളെ നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. ഇനിയുള്ളത് നിമ്മാവിരകളാണ്. നിമ്മാവിരകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല, അത് വളരെ സൂക്ഷ്മജീവിയാണ്. മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. അപ്പോൾ ഈ നിമ്മാവിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിൻ്റെ ഞരമ്പിലോട്ട് കയറി വരുന്ന ഒരു സാധനം, ചെറിയൊരു വെളുത്ത നമ്മളുടെ തീരെ ചെറിയൊരു വിരയാണ്. ആ വിര ഇതിൻ്റെ നരമ്പിൽ എത്തുന്നതുകൊണ്ട് ഈ ശരിയായ രീതിയിൽ ആഹാരം വലിച്ചെടുക്കാൻ കഴിയാതെ ഈ പറഞ്ഞ പോലെ വളർച്ച മുരടിച്ച് മഞ്ഞളിച്ച് നമുക്ക് നിൽക്കുന്നതാണ് ലക്ഷണം. നമ്മൾ ഇതിൻ്റെ വേര് കുറച്ച് മാന്തി നോക്കിയാൽ മുഴച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് നിമ്മാവിരയുടെ ലക്ഷണം. അപ്പം നമുക്കതിന് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജൈവ രീതി എന്ന് പറഞ്ഞാൽ കൊന്നയില നമ്മൾ ചവറായിട്ട് പച്ചില വളം ചീമക്കൊന്നയില പതിവായിട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച അതിൻ്റെ ഇലയിട്ട് കൊടുത്താലും നിമ്മാവിരകളെ നമുക്ക് നശിപ്പിക്കാം. അതേപോലെ തന്നെ വേപ്പില ഇട്ടാലും നിമ്മാവിരകളെ നശിപ്പിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ജണ്ടുമല്ലി നല്ലതാണ്. ജണ്ടുമല്ലി ഈ കമുകിൻ തോട്ടത്തിൽ നട്ടുവെച്ചാൽ 2 വരികൾക്കിടയിൽ നീളത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ജണ്ടുമല്ലി കൃഷി ചെയ്താൽ അതിൻ്റെ പൂക്കൾ നമുക്ക്
വിറ്റ് കാശാക്കുന്നത് കൂടാതെ ഇതിൻ്റെ വേരുകൾ, ജെണ്ടുമല്ലിയുടെ വേരുകൾ നിമ്മാവിരകളെ നശിപ്പിക്കും. അപ്പം രണ്ട് ഗുണം കിട്ടും. പൂക്കൾ നമുക്കൊരു ആദായമാവും. അത് മാത്രമല്ല, നിമ്മാവിരകൾ നമ്മുടെ കമുകിൻ തോട്ടത്തിലെ നിമ്മാവിരകൾ, ഇത് പച്ചക്കറിയിലും ഈ പറഞ്ഞ ജെണ്ടുമല്ലി നട്ടാൽ ഇതേപോലെ നിമ്മാവിരകളുടെ ശല്യം കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അത് അങ്ങനെ നമുക്ക് കീടനിയന്ത്രണം കമുകിൻ്റെ സാധ്യമാക്കാം. ഇതൊക്കെയാണ് കമുകിൻ്റെ പ്രധാനപ്പെട്ട കീടങ്ങൾ. ഇനി പറയാനുള്ളത് കമുകിൻ്റെ രോഗങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും ഇതിന് കുമിൾ രോഗങ്ങളാണ് വരുന്നത്. കുമിൾ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫൈറ്റോത്തോറ ഗ്രൂപ്പിൽപ്പെടുന്ന കുമിളുകളാണ് പ്രധാനമായിട്ടും ഇതിന് രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കമുക് കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മഹാളി എന്ന് പറയുന്ന രോഗമാണ്. കായ് പൊഴിച്ചൽ, കായ് അഴുകി പൊഴിഞ്ഞു പോകുക എന്നുള്ളത് വളരെ വിളനഷ്ടം ഉണ്ടാക്കുന്ന, ഈ അടയ്ക്ക ഉണ്ടാകുന്ന സമയത്താണ് ഈ രോഗം ഉണ്ടാകുന്നത്. മഴക്കാല സമയത്താണ് ഈ രോഗം ഉണ്ടാകുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഓല ചീയൽ, കൂമ്പ് ചീയൽ, അതുപോലെ ചുവടഴുകൽ, ഇതൊക്കെയാണ് രോഗങ്ങൾ. ഇതിനെല്ലാം ഫലപ്രദമായിട്ട് ഒരേ മരുന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി. മഴക്കാല ആരംഭത്തിൽ, മഴക്കാലത്തും മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടിയും അങ്ങനെ ഒരു 3-4 തവണ ബോർഡോ മിശ്രിതം അടിച്ചു കൊടുത്താൽ മതി. ബോർഡോ മിശ്രിതം ആണ് ഏറ്റവും ഫലപ്രദമായ കമുകിൻ്റെ രോഗനാശിനി. അപ്പോൾ ബോർഡോ മിശ്രിതത്തെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബോർഡോ മിശ്രിതം ആ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കണം. അതിൻ്റെ പെർസെൻറ്റേജ് ഒന്നും തെറ്റിപ്പോകരുത്. ആ രീതിയിൽ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി തളിച്ചു കൊടുക്കുക മാത്രമല്ല, മുകളിൽ ഒഴിക്കുന്ന കൂടാതെ ചുവട്ടിൽ ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ രോഗങ്ങൾ വരാതിരിക്കാൻ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ വർഷവും മഴക്കാല ആരംഭത്തിൽ ആദ്യം ചെയ്യേണ്ടത് കമുകിൻ്റെ ചുവട്ടിൽ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കുമ്മായ വസ്തുക്കൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ കുമ്മായ വസ്തുക്കൾ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ തന്നെ മണ്ണിൻ്റെ പുളി കുറയും. പുളി കുറയുമ്പോൾ തീർച്ചയായിട്ടും രോഗവാഹികളായിട്ടുള്ള കുമിളുകളുടെ വളർച്ചയെയും തടയാൻ കഴിയും. അപ്പം രോഗം ശമിപ്പിക്കാൻ, രോഗം വരാതിരിക്കാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പരിപാടി കൂടിയാണ് കുമ്മായ വസ്തുക്കൾ ചുവട്ടിലിടുക എന്നുള്ളത്. അപ്പോൾ കുമ്മായ വസ്തുക്കൾ ചുവട്ടിലിടുകയും ബോർഡോ മിശ്രിതം മുകളിലും ചുവട്ടിലും, മുകളിൽ സ്പ്രേ ചെയ്യും, ചുവട്ടിലൊരു 3-4 ലിറ്റർ ഒഴിക്കുകയും. അപ്പോൾ ഈ മരുന്ന് കൂടാതെ, ഈ രോഗം വരുന്നതിനുള്ള മരുന്ന് കൂടാതെ, രോഗം വരാതിരിക്കാൻ ഞാൻ കുമ്മായ വസ്തുക്കൾ ചേർക്കണമെന്ന് പറഞ്ഞ കൂടാതെ, കുമ്മായ വസ്തുക്കൾ ഇട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് മഴക്കാലത്ത് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് പതിവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും കുമിൾ രോഗങ്ങളൊന്നും വരില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ചുവടഴുകൽ പോലെയുള്ള കുമിൾ രോഗം വരാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു വളം കൂടിയാണ്. വളവുമാണ്, രോഗനാശിനിയാണ്, കീടനാശിനിയാണ്. ഇത് മൂന്നും കൂടി ചേർന്ന ഒരു സാധനമാണ് ട്രൈക്കോഡർമ കമ്പോസ്റ്റ്. ട്രൈക്കോഡർമ കമ്പോസ്റ്റിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും മറ്റും ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സാധനമാണ്. ഉണ്ടാക്കി കമുകിന് ഒരു 5-10 കിലോ മഴക്കാല ആരംഭത്തിൽ നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർത്ത് 2-3 ആഴ്ചയ്ക്ക് ശേഷം കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു വിധത്തിലുള്ള കുമിൾ രോഗങ്ങളും ഈ കമുകിനെ ബാധിക്കില്ല. പിന്നെ കൂടാതെ നമുക്ക് സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞ തൈത്ത് കമുകിനൊക്കെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് മണ്ടയിലെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചുവട്ടിലൊഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാലും കുമിൾ രോഗങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കമുകിനെ ആദായ വിളയായിട്ട് നമുക്ക് വീണ്ടും മടക്കി കൊണ്ടുവരാം.